മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 97-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ദൃഷ്ട്വാ ത്വം ഹൃഷ്ടരോമാ ത്വരിതമുപഗത സ്പൃഷ്ടുകാമോ മുനീന്ദ്ര ശ്വാസേനാന്തർനിവിഷ്ട പുനരിഹ സകലം ദൃഷ്ടവൻ വിഷ്ടപൗഖം ഭൂയോപി ശ്വാസവാതൈർബഹിരനുവദിതോ വീക്ഷിതസ്ത്വൽക്കടാക്ഷൈർ മോദാദാശ്ലേഷ്ടുകാമസ്ത്വയി പീതതനൗ സ്വാശ്രമേ പ്രാഗ്വദാസീത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ആ വർഷകോടികൾ ഈ പ്രളയജലത്തിൽ നീന്തി കളിച്ചുകൊണ്ടിരുന്നു. നീന്തി വിഷമിച്ചുകൊണ്ട് ആ ഒഴുക്കിൽപ്പെട്ട ഈ ഒഴുകി നടന്നു മാർക്കണ്ഡേയ മുനി. അത് കഴിഞ്ഞിട്ട് ആ ഭഗവാന്റെ ആ ഒടുക്കം ഭഗവാന്റെ അല്ലയിൽ ശയിക്കുന്നതായിട്ടുള്ള ഒരു ഗോപാലരൂപം ആയിട്ട് അവിടെ കണ്ടു എന്നാണ് പറഞ്ഞത്. ആ ഭഗവാനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളതായിട്ടുള്ള വർത്തമാനാണ് പിന്നെ ഉള്ളത് പറയണത്. ദൃഷ്ട്വാ ത്വാം, അങ്ങയെ കണ്ടിട്ട്, ദൃഷ്ട്വാ കണ്ടിട്ട്, ത്വാം അങ്ങയെ കണ്ടിട്ട്, ഹൃഷ്ടരോമാഹ ഹൃഷ്ടമായിട്ടുള്ള രോമങ്ങളോടുകൂടി ആ സന്തോഷം കൊണ്ട് രോമങ്ങളൊക്കെ എഴുന്നേൽക്കാൻ തുടങ്ങിയതായ പുളകം വന്നു എന്നുള്ളതാണ്. ആ സന്തോഷം കൊണ്ട് ആരെയും കാണാതെ കണ്ട് ഒന്നുമില്ലാതെ കണ്ട് ഈ പ്രളയജലത്തിൽ ഇങ്ങനെ നീന്തി കളിക്കണതായിട്ടുള്ള അവസരത്തിൽ, നീന്തി കളിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല, ആ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ആ തിരമാലകൾക്കിടയിൽപ്പെട്ട് അങ്ങടും ഇങ്ങടും കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു ബാലനെ ആണെങ്കിലും ഒരു ചെറിയ രൂപം ആണെങ്കിലും എങ്ങനെയാ അല്ലയിൽ കിടക്കുന്നതായിട്ടുള്ള ആ രൂപത്തെ, പേരാലിൻ്റെ ഇലയിൽ കിടക്കുന്നതായിട്ടുള്ള ആ രൂപത്തെ കണ്ടു മാർക്കണ്ഡേയ മുനി എന്നാണ് പറയണത്. അപ്പോൾ ഹൃഷ്ടരോമാഹ സന്തോഷം കൊണ്ട് അങ്ങനെ ഒരു ജീവനെ അവിടെ കണ്ടു കഴിഞ്ഞല്ലോ. ജീവൻ എന്ന് പറഞ്ഞാൽ സാധാരണ ജീവനൊന്നുമല്ല, പ്രകാശമാനമായിട്ട് എല്ലാ ദിക്കിലും പ്രകാശം വിതറി കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ മനോഹര രൂപം, ആ ശിശുരൂപത്തെ കണ്ടപ്പോൾ അത്ര ഭംഗിയുണ്ട് ആ രൂപത്തിന് എന്നുള്ളതാണ്. അപ്പം ആ മനോഹരമായിട്ടുള്ള ആ രൂപത്തെ കണ്ടപ്പോൾ ഹൃഷ്ടരോമാഹ ആ സന്തോഷം കൊണ്ട് പുളകിതമായിട്ടുള്ള ആ ശരീരത്തോടു കൂടി, പുളകത്തിനാണ് ഈ രോമങ്ങൾ എഴുന്നു നിൽക്കണേനാണ് പുളകം എന്ന് പറയണത്. അങ്ങനെ ഹൃഷ്ടരോമാഹ ത്വരിതമുപഗത വേഗം സ്പൃഷ്ടുകാമഹ അങ്ങയൊന്ന് തൊട്ടാ കൊള്ളാൻ തോന്നിയ ഈ വെള്ളത്തിലെങ്ങനെ ഇതല്ലേ കടന്ന് വിഷമിക്കുകയല്ലേ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അടുത്ത ദൂരെ എന്നാണ് പറഞ്ഞത്, ദൂരത്താണ്, എന്നാലും അടുത്തേക്ക് ചെന്നു. ത്വരിതമുപഗത വേഗം അടുത്തേക്ക് ചെന്നു. അങ്ങനെ അടുത്തേക്ക് ചെല്ലാനും ഭഗവാൻ സാധിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ത്വരിതമുപഗത സ്പൃഷ്ടുകാമഹ ഒന്ന് തൊട്ടാ കൊള്ളാമെന്നായി. വളരെ ആ മനോഹരമായിട്ടുള്ള ആ രൂപം കണ്ടപ്പോൾ ഭഗവാനെ ഒന്ന് തൊട്ടാ കൊള്ളാം എന്നായി. സ്പൃഷ്ടുകാമഹ സ്പർശിക്കാനായിട്ട് ആഗ്രഹിച്ച് അടുത്തേക്ക് ചെന്നു. ഭഗവാനെ ഒന്ന് കണ്ടു, ഒന്ന് തൊടണം എന്നുള്ളതായിട്ടുള്ള മോഹത്തോടു കൂടി ഭഗവാന്റെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് സ്പൃഷ്ടുകാമഹ മുനീന്ദ്ര, സ്പൃഷ്ടുകാമനായിട്ട് തൊടാനായിട്ട് ആഗ്രഹത്തോടു കൂടി ആ മുനിശ്രേഷ്ഠൻ അടുത്തേക്ക് ചെന്നപ്പോൾ എന്തുണ്ടായി? ശ്വാസേന അന്തർനിവിഷ്ട. ആ ഭഗവാൻ ശിശുരൂപനായിട്ടുള്ള ആ ഭഗവാൻ ഒന്ന് ശ്വാസം വലിച്ചപ്പോൾ, ആ ശ്വാസം അകത്തേക്ക് എടുത്തപ്പോൾ ഈ മഹർഷിയും ആ ശ്വാസത്തിൻ്റെ കൂടെ ഇങ്ങോട്ട് അകത്തേക്ക് പോയി എന്നാണ്. ഭഗവാന്റെ മൂക്കിൽ കൂടെ ആ ശ്വാസത്തിൽ കൂടെ ഭഗവാന്റെ അകത്തേക്ക് പോയി എന്നാണ്. അകത്തേക്ക് ചെന്നിട്ട് അവിടെ ഭഗവാന്റെ ഉദരത്തിൽ കണ്ടപ്പോഴേക്കോ, ഉദരത്തിൽ ചെന്നപ്പോഴോ ഈ പ്രപഞ്ചം മുഴുവനും അവിടെയുണ്ട്. ഭഗവാന്റെ ആ ഉദരത്തിൽ ഉള്ളിൽ ഭഗവാന്റെ ഉള്ളില് ഈ പ്രപഞ്ചം മുഴുവൻ കാണാറായി എന്നാണ്. സ്പൃഷ്ടുകാമോ മുനീന്ദ്ര ശ്വാസേന അന്തർനിവിഷ്ട ഉള്ളിലേക്ക് നിവേശിക്കപ്പെട്ടു, ഉള്ളിലേക്ക് കിടത്തപ്പെട്ടു. ശ്വാസവാദത്തോടു കൂടിയിട്ട് ഉള്ളിൽ പ്രവേശിക്കപ്പെട്ടിട്ട് അന്തർനിവിഷ്ട, അന്തര ഉള്ളിൽ എന്നുള്ളത് അന്തർനിവിഷ്ട പുനരിഹ
സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം പുനഃ ഇഹ, എന്നിട്ട് ഇഹ ഇവിടെ, അതായത് ഈ ഉദരത്തിൽ ദൃഷ്ടവാൻ വിഷ്ടപൗഖം, വിഷ്ടപങ്ങൾ എല്ലാ ലോകങ്ങളെയും കണ്ടു. വിഷ്ടപൗഖം ലോകങ്ങളുടെ സമൂഹത്തെ, 14 ലോകങ്ങളും ആ ഭഗവാന്റെ ഉള്ളിൽ കണ്ടു എന്നാണ് പറയുന്നത്. വിഷ്ടപൗഖം ദൃഷ്ടവാൻ, ദൃഷ്ടവാൻ കണ്ടു. ദൃഷ്ടവാൻ വിഷ്ടപൗഖം, വിഷ്ടപൗഖത്തെ എല്ലാ ലോകങ്ങളെയും 14 ലോകങ്ങളെയും ആ ഭഗവാന്റെ ഉള്ളിൽ അങ്ങോട്ട് കണ്ടു എന്നാണ്. ഇനി ഭൂയോപി ശ്വാസപാതൈ ബഹിരനുപതിത, പിന്നെ അപ്പം അത് കണ്ടു കഴിഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ആ ശ്വാസം അങ്ങോട്ട് പുറത്തേക്ക് വിട്ടപ്പോൾ ഈ മുനീന്ദ്രനും പുറത്തേക്ക് ചാടി എന്നാണ്. ആ ശ്വാസത്തിൽ കൂടി തന്നെ മുനീന്ദ്രനും പുറത്തേക്ക് വീണു. പിന്നെ ഭൂയോപി വീണ്ടും ശ്വാസവാതൈഹി ബഹിരനുപതിത, ശ്വാസവാതൈഹി ശ്വാസവാദങ്ങളോടൊപ്പം തന്നെ, ആ ശ്വാസവായുവിനോടൊപ്പം, വാദം ച വായു തന്നെ, ശ്വാസവാതൈഹി ശ്വാസവാദം കൊണ്ട് ബഹിരനുപതിത പുറത്തേക്ക് വീഴ്ത്തപ്പെട്ടതായ അങ്ങ്, ബഹിരനുപതിത വീക്ഷിത ത്വൽക്കടാക്ഷാത്. അപ്പോൾ പുറത്തേക്ക് കിടന്നപ്പോൾ എന്താണ്, ആ ഭഗവാൻ അരിലയിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ തന്നെ നല്ല കടാക്ഷങ്ങളോടുകൂടി നോക്കുന്നുണ്ട് മുനീന്ദ്രനെ എന്നാണ്. അങ്ങനെ നോക്കണതാണ് കണ്ടത്. ഭഗവാൻ ആ സ്നേഹത്തോടു കൂടിയതായിട്ടുള്ള ആ കടാക്ഷത്തോടു കൂടി മുനീന്ദ്രനെ തന്നെ നോക്കിക്കൊണ്ടാണ് ഇരിക്കണത്, ആ അലിലയിൽ കിടക്കുന്നത്. അങ്ങനെ ആ സ്നേഹത്തോടു കൂടി കടാക്ഷം, ആ കരുണാകടാക്ഷം മുനീന്ദ്രനിൽ പതിപ്പിച്ചുകൊണ്ടാണ് ആ ബാലഗോപാലൻ അവിടെ മുനീന്ദ്രനെ നോക്കിക്കൊണ്ടിരുന്നത് എന്നാണ്. വീക്ഷിത കാണപ്പെട്ടവനായി, നോക്കപ്പെട്ടവനായി. ആര്? ത്വൽക്കടാക്ഷൈഹി അങ്ങയുടെ കടാക്ഷങ്ങളാൽ നോക്കപ്പെട്ടവനായി. കടാക്ഷങ്ങളോടുകൂടി ഭഗവാൻ അങ്ങയെ, ഭഗവാൻ മുനീന്ദ്രനെ നോക്കി എന്നാണ്. വീക്ഷിത ത്വൽക്കടാക്ഷൈഹി, അങ്ങനെ ആ കടാക്ഷങ്ങളോട് കൂടിയിട്ടുള്ള നോട്ടം കൂടി കണ്ടപ്പോൾ മോദാദാശ്ലേഷ്ടുകാമഹ, അപ്പോൾ എന്താന്നില്ലാത്തതായിട്ടുള്ള ആ സന്തോഷം ഉണ്ടായി മുനീന്ദ്രന്. ആ ഭഗവാന്റെ നോട്ടം കൂടി കണ്ടപ്പോൾ അത്യധികമായ സന്തോഷം ഉണ്ടായിട്ട് മോദാത് സന്തോഷം കൊണ്ട് ആശ്ലേഷ്ടുകാമഹ ആശ്ലേഷിക്കാനായിട്ട് തോന്നി. ആ നല്ല കുട്ടികളുടെ ആ നോട്ടം ചെറിയും ഒക്കെ കാണുമ്പോൾ നമുക്കെടുത്തൊന്ന് കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം എന്നൊക്കെ തോന്നാറില്ലേ? അപ്പോൾ ആ മഹർഷിക്കും അതുമാതിരി ഈ കുട്ടിയെ കണ്ടപ്പോൾ ആശ്ലേഷ്ടുകാമഹ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ കൊള്ളാം എന്ന് തോന്നി. അപ്പോൾ എന്തുണ്ടായി? മോദാത് ആശ്ലേഷ്ടുകാമഹ ത്വയി പിഹിതതനൗ, അപ്പോൾ അങ്ങ് ആ ശരീരം അങ്ങോട്ട് മറച്ചു. തൻ്റെ ശരീരം ആ അലിലയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ആ ശരീരത്തെ മറച്ചു ഭഗവാൻ എന്നാണ്. അപ്പോൾ കാണാനില്ല, ഭഗവാനെ കാണാനില്ല, മറച്ചു എന്ന് മാത്രമല്ല ത്വയി പിഹിതതനൗ, അങ്ങ് അങ്ങനെ ആ ശരീരം മറച്ചതായിട്ടുള്ള അവസരത്തിൽ സ്വാശ്രമേ പ്രാഗ്വദാസീത്, പ്രാഗ്വത് മുൻപത്തെ പോലെ, അതായത് അവിടെ ഇരുന്നിട്ടാണ് തപസ് ചെയ്തിരുന്നത്. പ്രാഗ്വത് മുമ്പിലത്തെ പോലെ സ്വാശ്രമേ ആസീത്, തൻ്റെ ആശ്രമത്തിൽ ഇരുന്ന് തപസ് ചെയ്യുകയാണ്. പിന്നെ ആ ഭഗവാനെ കണ്ട് ആശ്ലേഷിക്കാനായി തുടങ്ങി. അപ്പം ഭഗവാൻ അങ്ങോട്ട് ആ സ്വയം മറഞ്ഞു, അതായത് ആ മായയെ പിൻവലിച്ചു എന്നുള്ളതാണ്. ആ മായയെ കാണണം എന്നല്ലേ മോഹിച്ചത്. അപ്പോൾ ആ മായയെ കാണിച്ചു കൊടുത്തു. തൻ്റെ മായയെ ആ പ്രകൃതിയിലെ ആ പ്രളയം എന്നുള്ളതായിട്ടുള്ള ആ മഹാപ്രളയം എന്നുള്ളത് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ആ പ്രപഞ്ചം തൻ്റെ ഉദരത്തിൽ തന്നെ ആ പ്രപഞ്ചത്തെ മുഴുവൻ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്കും വിട്ടു, ശ്വാസത്തിൽ തന്നെ, ശ്വാസവായുവിൽ തന്നെ പുറത്തേക്കും വിട്ടു. അപ്പോൾ ആ മോദാദ തൻ്റെ ബാലഗോപാല വേഷം ഒന്ന് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ആശ്ലേഷിക്കാനായിട്ട് മുനി വന്നപ്പോൾ ആ സ്വയം മറയ്ക്കുകയും ചെയ്തു, സ്വയം ശരീരത്തെ മറയ്ക്കുകയും ചെയ്തു. ത്വയി പിഹിതതനവും, അങ്ങ് വിഹിതമായ ശരീരത്തോടു കൂടിയവനായപ്പോൾ, പിഹിതം വെച്ചാൽ മറയ്ക്കപ്പെട്ടത്, അടയ്ക്കപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം വിഹിതം എന്ന് പറയുമ്പോൾ. മറച്ച ശരീരത്തോടു കൂടിയവനായപ്പോൾ ആ മഹർഷി പ്രാഗ്വത് പണ്ടത്തെ പോലെ സ്വാശ്രമേ തൻ്റെ ആശ്രമത്തിൽ തന്നെ ആസീത് ആയിത്തീർന്നു. ഭഗവാൻ മായ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ മഹർഷി തൻ്റെ ആശ്രമത്തിൽ തന്നെ ഇരുന്ന് തപസ് ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കിയപ്പോൾ കാണുന്നത് എന്നുള്ളതാണ്. ദൃഷ്ട്വാ ത്വം ഹൃഷ്ടരോമാ ത്വരിതമുപഗത സ്പൃഷ്ടുകാമോ മുനീന്ദ്ര ശ്വാസേന അന്തർനിവിഷ്ട പുനരിഹ സകലം ദൃഷ്ടവൻ വിഷ്ടപൗഖം
ഭൂയോ വിശ്വാസവാദൈർബഹിരനുവദിതോ വീക്ഷിതസ്ത്വൽക്കടാക്ഷൈ മോദാദാശ്ലേഷ്ടുകാമസ്ത്വയി പീതതനൗ സ്വാശ്രമേ പ്രാഗ്വദാസീത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ദേഹം കോരിത്തരിച്ചു മുനി പുളകമൊടെ തൊട്ടു നോക്കാൻ കൊതിച്ചു. നിൻ ശ്വാസാലുൾ ഉള്ളിലെത്തി എവിടെയഥ തഥാ കണ്ടു ലോകം സമസ്തം. നിശ്വാസാൽ നിർഗമിച്ചു വെളിയിലഥ വിഭോ കണ്ടു നിന്റെ കടാക്ഷം കെട്ടിപ്പുൽകാൻ തുനിഞ്ഞു. തവ തനുമറവായി യോഗി വന്നാശ്രമത്തിൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ